സ്കൂൾ ഉച്ചഭക്ഷണം വിതരണം പ്രതിസന്ധിയിലാണ്. വളരെ നാളുകളായി, ഏതാനും വർഷങ്ങളായിട്ട് ഉച്ചക്കഞ്ഞി വിതരണം പ്രതിസന്ധിയിലാണ്. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കണം. മലയോര പ്രദേശങ്ങളിലൊക്കെ പോയാൽ എനിക്കറിയാം, ഞാൻ പല സർവേകൾക്കും ഒക്കെ ആദിവാസി മേഖലകളിലൊക്കെ പോയപ്പോൾ നേരിട്ട് ആദിവാസികൾ പറഞ്ഞിട്ടുള്ളതാണ്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുന്നത് തന്നെ ഉച്ചക്കഞ്ഞി ഓർത്തിട്ടാണ്. എന്താ കാര്യം? ഇവരൊക്കെ ഇപ്പോഴും വയനാട് പോലെയുള്ള മേഖലകളിലൊക്കെ രാവിലെ 6 മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്കൊക്കെ ആയിരിക്കും ഈ ആദിവാസികൾ തിരിച്ചു വീട്ടിലെത്തുക. അപ്പൊ അവിടെ ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കാനോ കൊടുക്കാനോ ഒന്നുമുള്ള സൗകര്യങ്ങളോ ആളോ ഒന്നും കാണത്തില്ല. അപ്പം അവിടെ കുട്ടികൾ ഇരുന്നാല് അവർക്ക് ഭക്ഷണം പോലും കിട്ടത്തില്ല. അത് ഓർത്താണ് സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നത്. അതായത് വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി ഉച്ചക്കഞ്ഞിയാണ് അവരെ സ്കൂളിലേക്ക് ആകർഷിക്കുന്ന ഘടകം എന്ന. അപ്പൊ അത് ഈ ആദിവാസി കുട്ടികളുടെ മാത്രം കാര്യമല്ല. നിർധന ഭവനങ്ങളിലുള്ള ഒരുപാട് കുട്ടികൾ, അതായത് പോഷകാഹാര ദാരിദ്ര്യം ഒരു വലിയ പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പോഷകാഹാര ദാരിദ്ര്യം, അതായത് ലോകത്താകെയുള്ള പോഷകാഹാര ദാരിദ്ര്യമുള്ള കുട്ടികളിൽ 53% ഇന്ത്യയിലാണെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠനം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അവസാന വട്ട പഠനം കാണിച്ചിട്ടുള്ളത്. കേരളത്തിൽ പോലും 19% കുട്ടികൾ പോഷകാഹാര ദാരിദ്ര്യം ഉള്ളവരാണ് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 2019-21 റൗണ്ട് പുറത്തുവിട്ടിട്ടുള്ള കണക്കനുസരിച്ച് കേരളത്തിൽ പോലും പോഷകാഹാര ദാരിദ്ര്യമുള്ള 19% കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ ഇന്ത്യ. ലോകത്തെ ആകെ പോഷകാഹാര ദരിദ്രരിൽ 53% ഇന്ത്യയിലാണ് എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കേരളം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലേക്ക് 1-ാം സ്ഥാനത്താണ് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 19% കുട്ടികൾ പോഷകാഹാര ദാരിദ്ര്യം ഉള്ളവരാണ് എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ ഓർക്കണം, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ 17, ആ 17 രണ്ടാമത്തെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് പട്ടിണിയില്ലാത്ത, പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാത്ത ലോകമാണ്. ആ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ പൂർത്തീകരിക്കേണ്ട സമയം അടുത്തടുത്ത് വരികയാണ്. അപ്പോഴുമാണ് നമുക്ക് ഈ ഉച്ചക്കഞ്ഞി. അപ്പോൾ ഉച്ചക്കഞ്ഞി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലുള്ള ഒക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അനിവാര്യമായ ഒന്നാണ്. അങ്ങനെ അത് മാത്രവുമല്ല, ഉച്ചക്കഞ്ഞിക്ക് വേറെയും പല പ്രസക്തികളുമുണ്ട്. കാരണം കുട്ടികള്, അതായത് ജാതി മത ഭേദമില്ലാതെ, ധനിക ദരിദ്ര ഭേദമില്ലാതെ ഒന്നിച്ചിരുന്ന് കഞ്ഞി കുടിക്കുന്ന, കഞ്ഞിയല്ല ചോറോ എന്തുമാകട്ടെ, കഴിക്കുന്ന ആ ഒരു വിസ്മയം, ആ ഒരു ഒത്തൊരുമ, ആ ഒത്തുചേരൽ, തോളോട് തോള് ചേർന്നിരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കുന്നത് അവർക്ക് ഭാവിയിലേക്ക്, വി ആർ ഓൾ ഇന്ത്യൻസ്, നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മൾ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തത് കൊണ്ട് മാത്രമായില്ല, അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു നല്ല വേളയാണ് ഉച്ചക്കഞ്ഞി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്ന് പോലും നല്ല മാതാപിതാക്കള് അവരുടെ കുട്ടികളോട് ഉച്ചക്കഞ്ഞി സ്കൂളിൽ നിന്നാകട്ടെ മക്കളെ എന്ന് പറഞ്ഞു വിടുന്നത്. ഈ ഉദ്ദേശമാണ് അവരുടെ മനസ്സിലുള്ളത്. ആ ഒത്തൊരുമ, ഈ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്ന ആ ഒരു ധാരണയോടുകൂടി മക്കൾ വളർന്നു വരണം എന്ന വിചാരത്തോടെയാണ്. അപ്പൊ അങ്ങനെ പല നല്ല ലക്ഷ്യങ്ങളുമുള്ള ഈ ഉച്ചക്കഞ്ഞി, അതിലേറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഒരു നേരമെങ്കിലും നല്ലവണ്ണം. അപ്പോൾ ഈ 2016 ആ ഉച്ചക്കഞ്ഞിയുടെ അതായത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം അത് ഒന്നുകൂടി എന്താ പറയുക, അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി. ഉച്ചക്കഞ്ഞി വിതരണത്തിന്റെ ലക്ഷ്യം, അതായത് നമ്മൾ ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിലേക്ക് അടുത്തടുത്ത് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെയാക്കണം. അതൊക്കെ വെച്ച് 2016 അതിനെ ഒന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ആഴ്ചയിലെ മുട്ടയും പാലും, അതായത് ഉച്ചക്കഞ്ഞി വിതരണത്തിന്റെ അവിഭാജ്യ ഘടകമായി മുട്ടയും പാലും കൂട്ടിച്ചേർക്കപ്പെട്ടു. അത് മാത്രവുമല്ല, അന്നു മുതൽ, അതായത് PM പോഷൻ, അതായത് പ്രധാനമന്ത്രി വകയായിട്ട് കുട്ടികൾക്കുള്ള ഉച്ചക്കഞ്ഞി പോഷൻ പരിപാടി, PM പോഷൻ പരിപാടിയുടെ കോൺസ്റ്റിറ്റ്യൂഷനില്, അതായത് 60% കേന്ദ്ര സർക്കാർ മുടക്കുന്നു, 40% സംസ്ഥാന സർക്കാർ മുടക്കുന്നു. അങ്ങനെ ആയിട്ട് പോലും ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഉച്ചക്കഞ്ഞിക്ക് ഫണ്ട് കിട്ടുന്നില്ല. പ്രധാന അധ്യാപകരാണ് എവിടെയെങ്കിലുമൊക്കെ ഒന്നുകിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഉച്ചക്കഞ്ഞി നടത്തുന്നു,
അതുമല്ലെങ്കിൽ സഹാധ്യാപകരോടൊക്കെ പിരിവെടുത്ത് നടത്തുന്നു, അതുമല്ലെങ്കിൽ പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ വഴിയായിട്ടോ മറ്റോ സമൂഹത്തില് ആ കുട്ടികൾ അടങ്ങുന്ന സമൂഹത്തിൽ നിന്ന് പിരിവെടുത്ത് നടത്തുന്നു. അങ്ങനെ പല തരത്തില് കഷ്ടപ്പെട്ടിട്ടാണ് ഇവരെ ഈ ഉച്ചക്കഞ്ഞി ഏതാനും വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് പ്രധാനാധ്യാപകരുടെ സ്ഥാനത്തേക്ക് വരാൻ ടീച്ചേഴ്സിന് ആർക്കും താല്പര്യമില്ല. കാരണം ഈ ഒരു മഹാഭാരം അവരുടെ ചുമലിൽ എത്തിച്ചേരും എന്നതാണ് അവരെയൊക്കെ ഭയപ്പെടുത്തുന്നത്. അങ്ങനെ കടക്കാരായി തീരുന്ന ടീച്ചേഴ്സ് വരെയുണ്ട്. പ്രധാനാധ്യാപകര് ഉച്ചക്കഞ്ഞി നടത്തി മുടക്കരുതല്ലോ, തൻ്റെ ഒരു പ്രസ്റ്റീജ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഉച്ചക്കഞ്ഞി നടത്തി. പിന്നെ ഈ പ്രധാനാധ്യാപകർക്കാണെങ്കിൽ അവർക്ക് മനസ്സിലാവും കുട്ടികൾ എത്ര താല്പര്യത്തോടു കൂടിയാണ് ഈ ഉച്ചക്കഞ്ഞിയിൽ പങ്കെടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിയും കറികളും ഒക്കെ കിട്ടുക, ആഴ്ചയിൽ 1-2 തവണ മുട്ടയും പാലും കിട്ടുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്, പ്രത്യേകിച്ച് നിർധന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ അതിന് നല്ല ചെലവ് വേണ്ടി വരും. ആ ചെലവ് ചിലപ്പോൾ പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ മിക്കവാറും പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്ന ദുരവസ്ഥ. അതിനെ ഭയന്നിട്ടാണ് പ്രധാനാധ്യാപക സ്ഥാനം പോലും വേണ്ടെന്ന് വയ്ക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ കേന്ദ്ര വിഹിതം 14.57 കോടി DPI വഴിയായിട്ട്, അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴിയായിട്ട് ലഭ്യമാക്കി. അതോടൊപ്പം സംസ്ഥാനത്തിന്റെ വിഹിതവും ലഭ്യമാക്കി. പക്ഷേ അതിനുശേഷമുള്ള ഒരു മാസത്തെയും സംസ്ഥാന വിഹിതം ലഭ്യമാക്കിയിട്ടില്ല, കേന്ദ്ര വിഹിതവും ലഭ്യമാക്കിയിട്ടില്ല. അപ്പൊ അവിടെ ഉയർന്നു വരുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്രത്തിന്റെ വിഹിതം കൊടുത്തിട്ട് അതും സംസ്ഥാനം വകമാറ്റി ചെലവഴിച്ചോ? കാരണം നമ്മൾ CAG റിപ്പോർട്ട് കാണുന്നതും ഓർക്കുന്നതും നല്ലതാണ്. CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുത്ത ഗ്രാന്റ്, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനം വഴിയായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാന്റ് ഒരു ഗഡു മാത്രമായി കഴിഞ്ഞ വർഷം കിട്ടിയത്. ആ കിട്ടിയ ഗഡു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി ചെലവഴിച്ചതിന്റെ ഡീറ്റെയിൽസ്, ഓഡിറ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിൽ എത്തണം. CAG വഴിയും എത്തണം, സംസ്ഥാന ഗവൺമെന്റ് വഴിയും എത്തണം. അങ്ങനെ എത്തിയാൽ മാത്രമേ അടുത്ത 2 ഗഡു ഗ്രാന്റ് കിട്ടുമായിരുന്നുള്ളൂ. ആദ്യ ഗഡു സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലെത്തി, പക്ഷെ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തില്ല, പകരം വകമാറ്റി ചെലവഴിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ഓഡിറ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിൽ എത്തിയില്ല. അതുമൂലം 2ാമത്തെയും 3ാമത്തെയും ഗഡുക്കൾ കിട്ടിയതുമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, അവർ പ്രതികരിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇത് തന്നെ സംഭവിച്ചോ ഉച്ചക്കഞ്ഞിയുടെ കാര്യത്തിലും? കേന്ദ്രം പണം കൊടുത്തിട്ട് അതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാത്തതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ 152 കോടി രൂപയാണ് ഇപ്പോൾ സ്കൂൾ അധ്യാപക സംഘടനകളൊക്കെ സമരത്തിലാണ്. ആ സമരത്തിലായത് അവർ പറഞ്ഞിരിക്കുന്ന ഈ 17-ാം തീയതിക്ക് മുൻപായിട്ട് 152 കോടിയുടെ കുടിശ്ശിക കൊടുത്തു തീർത്തില്ലെങ്കിൽ അവര് പ്രധാനാധ്യാപകർ പറഞ്ഞിരിക്കുന്നത് ഉച്ചക്കഞ്ഞി പൂർണ്ണമായിട്ട് നിർത്തലാക്കും എന്നാണ്. അങ്ങനെ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കഞ്ഞികുടി മുട്ടിക്കുന്ന തരത്തിലേക്ക് ഈ 152 കോടി മാറുകയാണ്. അപ്പൊ സെപ്റ്റംബർ മുതലുള്ള ഫണ്ട് കിട്ടാതായപ്പോൾ സെപ്റ്റംബറിൽ തന്നെ എന്തുകൊണ്ട് കൊടുത്തു? അതിനു മുൻപ് മുതലേ കുടിശ്ശികയായതാണ്. അപ്പൊ സെപ്റ്റംബറിൽ അധ്യാപക സംഘടനകള് ഹൈക്കോടതിയിൽ പോയി, ഇങ്ങനെ ഗ്രാന്റ് പൈസ കിട്ടുന്നില്ല, അതുകൊണ്ട് ഉച്ചക്കഞ്ഞി കൊടുക്കല് പരുങ്ങലിലാണ്, ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. അങ്ങനെ കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ മാസം കഞ്ഞി കൊടുക്കാനുള്ള, അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹാജരാകണം എന്ന് കോടതി ഉത്തരവിടുന്നു. അപ്പോഴേക്കും എങ്ങനെയൊക്കെയോ തൂത്തുകൂട്ടി ആ മാസത്തേക്ക് സെപ്റ്റംബറിലേക്കുള്ള ഉച്ചക്കഞ്ഞിയുടെ കാര്യം നടപ്പാക്കുന്നു. പക്ഷെ തുടർന്നുള്ള മാസങ്ങളിൽ കൊടുത്തില്ല. ഇപ്പൊ എത്ര മാസമായി? സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ആകുമ്പോഴത്തേക്കും 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ 3 മാസത്തെ കുടിശ്ശികയാണ് ഈ 152 കോടി എന്ന് പറയുന്നത്. അപ്പൊ ആ കുടിശ്ശികയും കിട്ടണം. കിട്ടിയാൽ മാത്രമേ ജനുവരി 17-ാം തീയതിക്ക് ശേഷം ഉച്ചക്കഞ്ഞി എന്ന പദ്ധതി നടപ്പാക്കൂ എന്നാണ് അധ്യാപക സംഘടനകള് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ഹൈക്കോടതി ഇടപെട്ട് ഒരു പക്ഷേ ഇത് നടപ്പാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അങ്ങനെ 152 കോടി കുടിശ്ശികയായി ഉച്ചക്കഞ്ഞി തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് പ്രധാനാധ്യാപകരും അധ്യാപക സംഘടനകളും ഒക്കെ തുറന്നു പറയുന്നു. ആ ഒരു സാഹചര്യത്തില്
എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ചെലവഴിക്കൽ രീതി എന്ന് കാണുമ്പോഴാണ് നാം അന്തം വിട്ടുപോകുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ മുഖം മിനുക്കാൻ നേരത്തെ തന്നെ സംസ്ഥാന, അതായത് PRD ഉണ്ട്, അതിനുവേണ്ടി മാത്രമുള്ള മറ്റു ചില ഏജൻസികൾ ഉണ്ട്. അതൊക്കെ കൂടാതെ ഇപ്പോൾ വീണ്ടും ഏതാനും പുതിയ ഏജൻസികളെ മുഖം മിനുക്കൽ പരിപാടിക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നു. ലക്ഷങ്ങൾ കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ ഗവൺമെന്റിന്റെ മുഖമിനുക്കൽ പരിപാടി കാണിക്കാൻ വേണ്ടി സിനിമ ഷൂട്ടിങ്സ് ഒക്കെ നടത്തിയിരിക്കുന്നു. ഇതിനൊക്കെ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചിരിക്കുകയാണ്. കോടികൾ, ലക്ഷങ്ങൾ മാത്രമല്ല കോടികളാണ് ഈ മറ്റ് PR ഏജൻസികൾക്ക് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്നത്. ഇനി അതും പോകട്ടെ, നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം. അവിടെ ഒന്നും പണം ചെലവഴിക്കാതെയാണ് ഈ പറയപ്പെട്ട തരത്തിലുള്ള മുഖമിനുക്കൽ പരിപാടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോണത്. മാത്രവുമല്ല, പുതിയ പുതിയ തസ്തികകൾ ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ തസ്തികയും സൃഷ്ടിക്കുമ്പോൾ ആ പുതിയ തസ്തികയോട് ചേർന്ന് നിൽക്കുന്ന ഓഫീസ്, അതിനുവേണ്ടിയുള്ള മറ്റ് സൗകര്യങ്ങള്, കാറ്, അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടത്. ഇങ്ങനെ പണം ദുർവ്യയം ചെയ്യാൻ ഒരു മടിയുമില്ല. അതും പോകട്ടെ, എത്ര കാറുകളുടെ അകമ്പടിയോടെയാണ് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്ന ഒരു ഉദാഹരണം കൂടി നിങ്ങളുടെ മുൻപിൽ വയ്ക്കാം. അതായത് സ്വീഡനിലെ ലേബർ മിനിസ്റ്റർ, ഒരു വനിതയാണ് ആ ലേബർ മിനിസ്റ്റർ. ഞാനൊരു വീഡിയോ കണ്ടതാണ്. ആ ലേബർ മിനിസ്റ്റർ വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു ഒറ്റയ്ക്ക്. അവരുടെ കയ്യിൽ ഒരു ബർഗറും ഉണ്ട്. ആ ബർഗർ അവരുടെ അത്താഴമാണ്. വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. അപ്പം ട്രെയിനിൽ കുറച്ച് ദൂരം യാത്ര ചെയ്യണമായിരിക്കും. അത്താഴം കഴിക്കേണ്ട സമയം കഴിയുമായിരിക്കണം. അപ്പോൾ ഒരു ബർഗർ കയ്യിലുണ്ട്. അത് അത്താഴത്തിനുള്ള വസ്തുവാണെന്ന് അവരോട് സംസാരിക്കുന്ന ആ വീഡിയോ എടുക്കാൻ ചെന്ന ഈ മന്ത്രി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടാണ് ഒരു മലയാളി അവിടെ വീഡിയോ എടുക്കാൻ ചെല്ലുന്നത്. അപ്പം കയ്യിലിരിക്കുന്നത് അത്താഴത്തിനുള്ള വസ്തുവാണെന്ന് അവർ പറയുന്നു. ഈ മലയാളിയോട് സംസാരിക്കുന്നു. അപ്പം അവർ വീട്ടിലേക്ക് പോവുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അത് സ്വീഡൻ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള വികസിതമായ ഒരു രാജ്യമാണ് സ്വീഡൻ. ആ സ്വീഡനിലെ ലേബർ മിനിസ്റ്റർ ആണ് ഒറ്റയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വഴി വീട്ടിൽ പോകാനായിട്ട് ഇരിക്കുന്നത്, കയ്യിലൊരു ബർഗറുമായിട്ട്. ആ ബർഗർ പിടിക്കാനോ അവരെ കൈ പിടിച്ചു കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ബാഗ് പോലുള്ള സാധനങ്ങൾ എടുക്കാനോ ഒന്നും ആരും കൂടെയില്ല. ഏകയായി വളരെ സിമ്പിളായി ഒരു ബർഗറും കയ്യിൽ വെച്ച് ആ നല്ല സ്ത്രീ ഇരിക്കുന്നത് നാം കാണേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഇതൊന്ന് പകർത്തി നമ്മുടെ മുഖ്യമന്ത്രിയെ ഒന്ന് കാണിക്കേണ്ടതായിരുന്നു എന്ന്. മുഖ്യമന്ത്രിയെ മാത്രമല്ല, നമ്മുടെ മന്ത്രിമാരെല്ലാവരും അങ്ങനെ തന്നെ പോട്ടെ. നമ്മുടെ ഓരോ വകുപ്പിന്റെ മേധാവികൾ എങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവനവന്റെ പ്രാപ്തിക്കും അപ്പുറം, അതായത് അവനവന്റെ പൊസിഷനും അപ്പുറമാണ് ഓരോരുത്തരും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് ഓർക്കുന്നതും മനസ്സ് ഒന്ന് തല നമിക്കുന്നതും നല്ലതാണ്. ഈ ചെലവഴിക്കുന്നതും ഈ പൊങ്ങച്ചം കാണിക്കുന്നതും എല്ലാം ഈ നാട്ടിലെ സാധാരണക്കാരുടെ നികുതി പണമാണ്. ഇനി നികുതിയേതര വരുമാനമാണെങ്കിലും അതും ജനങ്ങളിൽ നിന്ന് തന്നെ ഊറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന വരുമാനം, ആ വരുമാനം എടുത്താണ് ഇതെല്ലാം ഈ കൊഴുപ്പ് കാണിക്കുന്നത്. ഇതല്ല എന്റെ ദൗത്യം. ഇവരുടെ ഒക്കെ ക്ഷേമത്തിന് വേണ്ടി നല്ല ഭരണം, സദ്ഭരണം കാഴ്ചവെക്കലാണ് ഒരു മന്ത്രി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വകുപ്പ് മേധാവി എന്ന രീതിയിൽ ഒക്കെ എന്റെ ചുമതല, എന്റെ ഉത്തരവാദിത്വം എന്ന് എളിമയോടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.